പ്രിയപ്പെട്ട സിസ്റ്റർ ക്ലാരയുടെ ജീവിത വഴിത്താരകളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ക്ലാരമ്മയുടെ ലഘുജീവിത ചരിത്രത്തിനായി നമുക്ക് ഈ സമയം കാതോർക്കാം. സിസ്റ്റർ ക്ലാര തന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശാന്തവും ലളിതവും എന്നാൽ സുഹൃതങ്ങളാൽ അലങ്കൃതവുമായ പുണ്യജീവിതം. ഒല്ലൂർ ചിയാരം ഇടവക പാലിയേക്കര കുര്യപ്പൻ ഇത്യാനം എന്നീ ദമ്പതികളുടെ 6 മക്കളിൽ മൂന്നാമത്തവളായി 1937 കുഞ്ഞിത്യാനത്തിന്റെ ജനനം. തന്റെ 5-ാം വയസ്സിൽ സ്വന്തം അമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞു ഹൃദയം പരിശുദ്ധ കർമ്മലനാഥയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. അപ്പച്ചനോടും അമ്മാമ്മയോടും സഹോദരങ്ങളോടുമൊപ്പം ചിലവഴിച്ച ബാല്യ കൗമാരങ്ങൾക്കൊടുവിൽ 20-ാം വയസ്സിൽ തന്റെ ചേച്ചി സിസ്റ്റർ മേരി ആഗ്നസിന്റെ പാത പിന്തുടർന്ന് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ 1957 അർത്തിനിയായി ചേർന്ന് 1959 ആദ്യവ്രതം സ്വീകരിച്ചു. സ്നേഹത്തിന്റെ ഒരു പുഴ പോലെ ശാന്തവും ലളിതവും വാത്സല്യ നിർഭരവുമായി ഒഴുകിത്തീർത്ത ഒരു ജന്മം. അധ്യാപനമായിരുന്നു പ്രേക്ഷിത പ്രവർത്തന രംഗമെങ്കിലും വിളിക്കുള്ളിലെ വിളി പോലെ പാവപ്പെട്ടവരുടെയും അനാഥ കുഞ്ഞുങ്ങളുടെയും ആരോരുമില്ലാത്തവരുടെയും സ്വന്തം ക്ലാരമ്മയായി നീണ്ട 66 വർഷത്തെ സന്യാസ ജീവിതം. ഇതിൽ 20 വർഷത്തോളം തൃശൂർ അതിരൂപത സ്ഥാപനങ്ങളായ സെയിന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പെരുമ്പ ക്രൈസ്റ്റ് വില്ലയിലും സ്തുത്യർഹമായ സേവനം. സെയിന്റ് ആൻസിലെ അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന വേഷം ഭംഗിയായി ആടിത്തീർക്കുന്നതോടൊപ്പം തൃശൂർ വെസ്റ്റ് ഫോർട്ടിലെ വിശുദ്ധ അന്നാവുമ്മയുടെ ഇടവകയിലെ പള്ളിക്കപ്പിയാരും വികാരിയുടെ വലംകൈയും ആ നാടിന്റെ മറക്കാനാവാത്ത അമ്മ സ്നേഹവുമായി നീണ്ട 10 വർഷങ്ങൾ. 1991 റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ലിറ്റിൽ ഫ്ലവർ ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, സാന്തോം ചൂണ്ടൽ, കൊട്ടേക്കാട്, കോട്ടപ്പടി, ഫാത്തിമ ഒല്ലൂർ എന്നിവിടങ്ങളെ ധന്യമാക്കിയ 26 വർഷത്തെ അധ്യാപന ജീവിതം. ഇതിനിടയിൽ കൊട്ടേക്കാട്, കൃപാതീർത്ഥം, സെയിന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ സുപ്പീരിയറായും ആ അമ്മ ഹൃദയം സുഗന്ധം പരത്തി. കോളനിയിലെ തയ്യൽ കേന്ദ്രത്തിന്റെ ഇൻചാർജായി വീണ്ടും 7 വർഷങ്ങൾ. പിന്നെ പെരുമ്പ ക്രൈസ്റ്റ് വില്ലയിൽ മെസ് മാനേജറായി ത്യാഗപൂർണമായ സ്നേഹത്തിന്റെയും നിശബ്ദമായ ശുശ്രൂഷയുടെയും നീണ്ട 9 വർഷങ്ങൾ. 2019 മുതൽ വാർദ്ധക്യം തളർത്താത്ത സ്നേഹവുമായി സെന്റ് സേവിയേഴ്സ് ചേറൂരിൽ വിശ്രമ ജീവിതം. എപ്പോഴും എല്ലാവരോടും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി ക്ലാരമ്മയുടെ മുഖത്ത് കളിയാടിയിരുന്നു. കർമ്മനിരതമെങ്കിലും തിരക്ക് കൂട്ടാത്ത ശാന്തപ്രകൃതം. അവരുടെ കുറവുകളോട് ഒരു അമ്മയുടെ കനിവ്. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകൾ കേൾക്കുമ്പോൾ സഹതാപമല്ല, മറിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ചലനാത്മകമായ അനുകമ്പ. പലരും സൗകര്യാർത്ഥം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സേവന രംഗങ്ങളിലേക്ക് തന്റെ കംഫോർട്ട് സോൺസിനെ വിട്ടെറിഞ്ഞ് സന്നദ്ധമായ പുഞ്ചിരിയോടെ ഇറങ്ങിച്ചെല്ലുന്ന നിശബ്ദ വിപ്ലവം. അതെ, പറഞ്ഞു നടക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാട്ടുന്ന ധീരതയായിരുന്നു ക്ലാരമ്മയ്ക്ക്. ഒരേ സമയം പല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന കർമ്മോത്സുകത ആ അമ്മ ഹൃദയത്തിന്റെ പ്രത്യേകതയായിരുന്നു. തനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ എന്നതിനേക്കാൾ തന്റെ സമയവും ആരോഗ്യവും സിദ്ധികളും പാവങ്ങളുടെ സമുദ്ധാരണത്തിനായി ചിലവഴിക്കാൻ ക്ലാരമ്മ വെമ്പൽ കൊണ്ടു. വാർദ്ധക്യത്തിന്റെ അവശതകൾ അധികരിച്ചപ്പോൾ 2022 ഒക്ടോബറിലാണ് മരീന ഹോമിലേക്ക് സ്ഥലം മാറിപ്പോയത്. അവിടെയും ആശ്വാസത്തിന്റെ മാലാഖയായിരുന്നു നമ്മുടെ ക്ലാരമ്മ. ഇതിനെല്ലാം ക്ലാരമ്മയ്ക്ക് ശക്തിയും ഓജസ്സും നൽകിയത് ദിവ്യകാരുണ്യനാഥൻ തന്നെ. തന്റെ സന്യാസിനി സമൂഹത്തിന്റെ സമയക്രമങ്ങളോടും ചെറിയ നിയമങ്ങളോട് പോലും വിശ്വസ്തത പുലർത്തിയ ക്ലാരമ്മ വിധേയത്വത്തിന്റെയും പ്രാർത്ഥനാരൂപിയുടെയും മാതൃകയായിരുന്നു. കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ക്ലാരമ്മ കർമ്മലയുടെ നിശബ്ദതയെ സ്വർഗീയമാക്കിയെന്ന് വേണം പറയാൻ. തന്റെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവിതങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്നേഹചാലായിരുന്നു ക്ലാരമ്മ. ഒപ്പം തന്നെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ കരുതലിന്റെ സുഗന്ധമായി അവൾ നിറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി വാർദ്ധക്യ സഹജമായ ക്ഷീണത്താൽ അവശയായിരുന്നു. തന്റെ ജീവിതയാത്ര ഏറ്റവും ഭംഗിയായി ഓടിത്തീർന്ന് ഇന്നലെ ഡിസംബർ 7-ാം തീയതി രാവിലെ 9:15 സമൂഹാംഗങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ സാന്നിധ്യത്തിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും നാൾവഴികൾ ഏറെ പിന്നിട്ട ക്ലാരമ്മ ഇന്ന് നമ്മോട് വിട പറയുമ്പോൾ അനശ്വരതയുടെ തീരത്ത് തിരുമുഖ ദർശനവും നിത്യസൗഭാഗ്യവും എന്നും എന്നേക്കും അനുഭവിക്കട്ടെ എന്ന്
നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. മരണം ഉറക്കമാണ്, കളരെ പോലെ വരും. കണക്ക് ചോദിക്കാൻ വരുന്ന യജമാനനാണ്, മണവാളനാണ്. മണവാളനെ കാത്തിരുന്ന ഒരുങ്ങിയിരുന്ന കാരമ്മ ഇന്ന് മണവാളനോടൊത്ത് മണവാളനൊരുക്കിയ ഭവനത്തിലാണ്. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി സ്വർഗത്തിൽ ഒരുപാട് നല്ല മാതൃകകളും പ്രചോദനങ്ങളും നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് ക്ലാരമ്മ സ്വർഗീയ ദൂതന്മാരോടുകൂടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. സ്വർഗീയ ജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ 88 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദീർഘമായ 65 വർഷങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാത്രം ജീവിച്ച് ക്ലാരമ്മ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്ലാരമ്മയുടെ ജീവിതം വളരെ പ്രശാന്ത സുന്ദരവും ലളിത മനോഹരവുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുണ്യവതിയുടെ വ്രതസംസ്കാര കർമ്മത്തിലാണ്. സമ്പൂർണമായിട്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി കൊടുത്തു തീർത്ത ഒരു സന്യാസിനിയാണ് ക്ലാരമ്മ. അതിൽ 20 വർഷങ്ങൾ തൃശൂർ അതിരൂപതയുടെ സ്ഥാപനങ്ങളായ സെയിന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ക്രൈസ്റ്റ് വില്ല പൂവർ ഹോമിലും അവിടെയുള്ള പാവപ്പെട്ടവർക്കും നിരാലംബർക്കുമിടയിൽ വളരെ ത്യാഗോജ്വലമായിട്ടുള്ള ശുശ്രൂഷ ക്ലാരമ്മ നിർവഹിച്ചു. തൃശൂർ അതിരൂപതയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകമായിട്ട് പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും ഇടയിൽ ഇത്രയധികം ദീർഘമായിട്ടുള്ള ശുശ്രൂഷ ചെയ്ത വേറൊരു സന്യാസിനി ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. അത്രയും ദീർഘമായി ക്ലാരമ്മ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നിരാലംബരെയുമാണ്. ഈ ജനത്തെ കാണുമ്പോൾ എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു എന്നരുൾ ചെയ്ത ക്രിസ്തുനാഥന്റെ കരുണാർദ്ര ഹൃദയം സ്വന്തമാക്കിയ സഹോദരിയാണ് ക്ലാരമ്മ. ക്ലാരമ്മയെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഞാൻ അതേക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ക്ലാരമ്മയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ ഇപ്രകാരം പറയാം. രാത്രിയുടെ ശാന്തതയിൽ പാലൊളി വിതറുന്ന ചന്ദ്രിക പോലെയായിരുന്നു ക്ലാരമ്മ. രാത്രിയുടെ ശാന്തതയിൽ പാലൊളി വിതറുന്ന ചന്ദ്രിക പോലെയായിരുന്നു ക്ലാരമ്മ. ക്ലാര എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പ്രകാശിക്കുന്നത് എന്നാണല്ലോ. പ്രകാശമായ ക്രിസ്തുവിന്റെ അടുത്തിരുന്ന് പ്രകാശം ജീവിതത്തിലേക്ക് നിറച്ച് ചെല്ലുന്നിടത്തെല്ലാം പ്രകാശം പരത്തിയ വളരെ വിശിഷ്ടമായിട്ടുള്ള സേവനമായിരുന്നു ക്ലാരമ്മ നയിച്ചത്. ഏറ്റവും ശാന്തമായിട്ടുള്ള സ്വഭാവ പ്രകൃതി, എല്ലാവരെയും ആകർഷിക്കുന്ന നിർമ്മലമായിട്ടുള്ള പുഞ്ചിരി, ഭൂമിക്ക് പോലും വേദന ഉണ്ടാകാത്ത വിധത്തിലുള്ള നടപ്പും ക്ഷമാശീലവും എല്ലാം കൈമുതലാക്കിയ സന്യാസിനി. തൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എൻ്റെ കൂടെ 7 വർഷം ക്രൈസ്റ്റ് വില്ലയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം എനിക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്രകാരം ഒരു വിശുദ്ധയായ ഒരു സന്യാസിനിയുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ക്ലാരമ്മയിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻമേഴ്സിൻ്റെ ഓരോ ജീവിത വഴികളിലേക്കും ക്ലാരമ്മ ഇറങ്ങിച്ചെന്നുകൊണ്ട് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട, പൊട്ടി നുറുങ്ങപ്പെട്ട അവിടെയുള്ള ആ ജീവിതങ്ങൾക്ക് പുതിയ പുതിയ അർത്ഥതലങ്ങൾ ഉപദേശങ്ങളിലൂടെയും ക്ലാസുകളിലൂടെയും ഒക്കെ ക്ലാരമ്മ പകർന്നു കൊടുത്തു. ക്ലാരമ്മ സ്നേഹമുള്ള അമ്മയായി
എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളായി അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ചു. ഒരിക്കലും ക്ലാരമ്മ ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പമുള്ള ശുശ്രൂഷയിൽ 7 വർഷത്തിൽ എന്തൊക്കെ കലുഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ശകാരിച്ചാലും എന്തൊക്കെ കലുഷിതമായിട്ടുള്ള അവസ്ഥകൾ സാഹചര്യങ്ങൾ ഉണ്ടായാലും ക്ലാരമ്മ എല്ലാം ഒരു പുഞ്ചിരി, അതിലൂടെ ആ ക്രിസ്തുവിൻ്റെ പ്രകാശം ക്ലാരമ്മയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ക്ലാരമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ലാരമ്മയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ദീനാനുകമ്പയാൽ ജ്വലിക്കുന്ന തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളും തിടുക്കത്തിലുള്ള ശുശ്രൂഷയ്ക്കുള്ള നടപ്പും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തന ശൈലിയും ചേർന്നപ്പോൾ ക്ലാരമ്മയുടെ ജീവിതം ഏറ്റവും വിശുദ്ധമായി തീർന്നു എന്നുള്ളതാണ്. പാലിയേക്കര തറവാടിനും റിസോർ CMC നിർമ്മല പ്രൊവിൻസിനും ക്ലാരമ്മയുടെ ശുശ്രൂഷ സ്വീകരിച്ച എല്ലാവർക്കും, റിസോർ അതിരൂപതയ്ക്കും ക്ലാരമ്മയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, ദൈവത്തിന് നന്ദി പറയാം. കാരണം അത്രയും പുണ്യപ്പെട്ട ജീവിതമാണ് ക്ലാരമ്മ നയിച്ചിട്ടുള്ളത്. ആർക്കും ഒരു കുറ്റം പറയാൻ ഇടയാകാത്ത വിധത്തിൽ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ജീവിതമാണ് ക്ലാരമ്മ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ളത്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സുഹൃത ജീവിതം നയിച്ചുകൊണ്ട് ഏൽപ്പിച്ച ജോലികളെല്ലാം വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി പൂർത്തിയാക്കിക്കൊണ്ടാണ് സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് ക്ലാരമ്മ നടത്തിയിരിക്കും. ആത്മീയമായിട്ടുള്ള ആഹാരം വിശുദ്ധ കുർബാനയും വിശുദ്ധ ഗ്രന്ഥവുമാണെന്നുള്ള ഉറച്ച ബോധ്യം ക്ലാരമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആത്മാവിന്റെ പ്രാണവായു പ്രാർത്ഥനയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒഴിവ് സമയങ്ങളിലെല്ലാം ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിൽ ചാപ്പലിൽ ദീർഘസമയം പ്രാർത്ഥനയിലും വചനവായനയിലും ജപമാലയിലും ചെലവഴിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ലാരമ്മ തൻ്റെ ജീവിതത്തിൻ്റെ ശാന്തത കാത്തു സൂക്ഷിച്ചു പോകുന്നത്. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ക്ലാരമ്മയ്ക്ക് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സവിശേഷമായിട്ടുള്ള ഭക്തി പ്രത്യേകമായിട്ട് പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ക്ലാരമ്മ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി ആരാധനയിൽ പങ്കുചേരുകയും കുമ്പസാരിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്ന സന്യാസിനിയായി ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടാണ് നമ്മോട് യാത്ര പറയുക. കാര്യങ്ങൾ പറയുന്നതിനൊന്നും എതിര് പറയില്ല, നെറ്റി ചുമക്കില്ല, കോപിക്കില്ല, മറുതലിച്ച് സംസാരിക്കുകയോ പെരുമാറുകയോ ഇല്ല. എല്ലാത്തിനും നിരുപാധികം അനുസരിച്ചുകൊണ്ട് കുരിശുമരണത്തോളം അനുസരിച്ച ക്രിസ്തുവിൻ്റെ ഉജ്ജ്വല മാതൃകയായിട്ട് ക്ലാരമ്മ മാറി എന്നുള്ളതാണ് ക്ലാരമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിളക്കം എന്ന് പറയുന്നത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗാവസ്ഥകൾ ഏറെ അലട്ടിയിരുന്നുവെങ്കിലും പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനെ അതിജീവിച്ച് വലിയൊരു സന്യാസ ജീവിത മുന്നേറ്റമാണ് ക്ലാരമ്മ നടത്തിയിട്ടുള്ളത്. പല പ്രാവശ്യം തിടുക്കത്തിലുള്ള ശുശ്രൂഷക്കിടയിൽ വീണിട്ടുണ്ട്. കൂടെയുള്ള മദർമാരും സിസ്റ്റേഴ്സും. ഒരു പ്രാവശ്യം ക്ലാരമ്മ വീണിട്ട് മുഖം മുഴുവൻ ചോര കക്കി വളരെ വിരൂപമായി വേദന സഹിച്ചുകൊണ്ട് വളരെയധികം ദിവ്യമണവാളിനോടുള്ള കുരിശിലെ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ക്ലാരമ്മ ഒരു പരാതിയും പറയാതെ നിലകൊണ്ടപ്പോൾ ഡോക്ടർ സിസ്റ്റർ ബീനയും കൂടെയുള്ള മദർ സിസ്റ്റേഴ്സൊക്കെ ചികിത്സ മഠത്തിൽ തന്നെ ആരംഭിച്ചു. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി എല്ലാം ഡോക്ടർ ബീനയുടെ നേതൃത്വത്തിൽ നടത്തി. ഇന്ന് കാണുന്ന സുന്ദരമായിട്ടുള്ള മുഖം ക്ലാരമ്മയ്ക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഡോക്ടർ സിസ്റ്റർ ബീന പ്രത്യേകമായിട്ട് കൂടെയുള്ള മദറിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ
സഹായത്താൽ പ്രത്യേകം രൂപപ്പെടുത്തിയതാണ്. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി നടത്തുമ്പോഴും ക്ലാരമ്മയുടെ കയ്യും കാലൊക്കെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പിടിച്ചു കൊടുക്കും. ഡോക്ടർ അത് ഭംഗിയായിട്ട് അത് ചെയ്ത്. അപ്പോഴും ഒരിക്കൽ പോലും വേദനയുണ്ടെങ്കിലും നിലവിളിക്കാതെ അതെല്ലാം സ്വർഗീയ ജീവിതത്തിനുള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ട് ക്ലാരമ്മ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ക്ലാരമ്മ. ആരെയും വേദനിപ്പിക്കുന്നത് ക്ലാരമ്മയ്ക്ക് ഇഷ്ടമല്ല. എല്ലാവരോടും സ്നേഹത്തോടും വിനയത്തോടും കൂടെ സംസാരിക്കാൻ ക്ലാരമ്മ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരോടും വലിയ കരുതലോടും സ്നേഹവായ്പോടും കൂടിയാണ് ക്ലാരമ്മ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലാരമ്മയെ വളരെയധികം ഇഷ്ടമായിരുന്നു. ക്ലാരമ്മയുടെ വ്യക്തിത്വം എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു. ക്ലാരമ്മ രോഗികൾക്ക് ഏറ്റവും നല്ലൊരു അമ്മയായിരുന്നു. മാതൃവാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും മൂർത്തിഭാവമായിട്ട് ക്ലാരമ്മ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. വാത്സല്യനിധിയായ അമ്മ തൻ്റെ മക്കളെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ക്ലാരമ്മ അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളെ ശുശ്രൂഷിച്ചിരുന്നത്. ക്ലാരമ്മയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞു പോയിട്ടുള്ളവരും അവിടെയുള്ള ഇമേജുമായവർ ക്ലാരമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അത്രയും ഇഷ്ടമായിരുന്നു ക്ലാരമ്മയോട്. കാരണം അമ്മ മനസ്സും അമ്മ ഹൃദയവുമാണ് ക്ലാരമ്മ തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. ക്ലാരമ്മയ്ക്ക് എല്ലാ ജോലികളും ഒരുപോലെ ഇഷ്ടമാണ്. അഗതി മന്ദിരങ്ങളിലും അതുപോലെ നിർമ്മല പ്രൊവിൻസിന്റെ വിവിധങ്ങളായിട്ടുള്ള സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഏൽപ്പിക്കുന്ന ജോലികൾ എല്ലാം ഇഷ്ടപ്പെട്ട് ആ ജോലിയെ സ്നേഹിച്ച് വലിയ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി നിറവേറ്റിയിരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. മദർ സുപ്പീരിയറായിട്ട് പല മഠങ്ങളിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ബസ് മാനേജറായിട്ട്, അതുപോലെ തന്നെ അപ്പാപ്പന്മാരുടെ ഇൻചാർജായിട്ട് ക്രൈസ്തവിലയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഏതൊരു ജോലിയും ഏറ്റവും ശാന്തവും സ്നേഹസമ്പന്നവുമായിട്ടുള്ള വിധത്തിൽ ക്ലാരമ്മ നിർവഹിക്കുന്നതിൽ കാണിക്കുന്ന വലിയ ശുഷ്കാന്തി അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. സന്യാസ ജീവിത ഉദ്യാനത്തിൽ വളർന്ന് മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ് എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള ജീവിതം നയിച്ച് സുഹൃതത്തിന്റെ പരിമളം വീശിക്കൊണ്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലും ആശ്രയവുമായിക്കൊണ്ട് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് പറിച്ച് നടപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിടെ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് പരിലസിക്കട്ടെ. നമുക്ക് മധ്യസ്ഥയായി ക്ലാരമ്മ സ്വർഗത്തിൽ നമുക്കിനി ക്ലാരമ്മയോട് പ്രാർത്ഥിക്കാം.